ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ റോയൽ ഫലൂദൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫസ്റ്റ് ജെല്ലി റെഡിയാക്കാം. ഒരു ജെല്ലി ബോക്സ് എടുത്തിട്ടുണ്ട് സ്ട്രോബെറീൻ്റെ. ഇത് എല്ലാ ഫ്ലേവറിലും ഉണ്ട്. അപ്പോൾ 2-3 ഫ്ലേവറിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ സ്ട്രോബെറി ജെല്ലിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഈ ഒരു പാക്കിൽ 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കലാണ്. ഇതിനു വേണ്ടി പകുതി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി ഒരു ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഈ ജെല്ലി പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മെൽറ്റ് ആവണം പൗഡറൊക്കെ. ഇപ്പോൾ പൗഡർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം സെറ്റ് ആവാൻ. അടുത്തത് ഇനി ഒരു ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇതിനി മാറ്റി വെക്കാം. ഇനി റോസ് മിൽക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് 2-3 ഡ്രോപ്സ് റോസ് മിൽക്ക് എസൻസ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി മാറ്റി വെക്കാം. അടുത്തത് ഇനി ഫലൂദ സേവ് റെഡിയാക്കാം. ഇതിനു വേണ്ടി ഞാൻ സേമിയാണ് എടുത്തത്. ഫലൂദ സേവ് ആയാലും മതി. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. സേമിയ വേവിക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ സേമിയ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി ഞാൻ ഗ്രീൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, ഒരു 2-3 ഡ്രോപ്സ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ആപ്പിള്, മാങ്ങ, ബനാന, അനാറ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രൂട്ട്സും റോസ് മിൽക്കും കസ്കസും പിന്നെ സേമിയയും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഫലൂദക്ക് വേണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. കസ്കസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, സേമിയ, ജെല്ലി ഇതൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വാനില ഐസ്ക്രീം, സ്ട്രോബെറി ഐസ്ക്രീം വേണം, കുറച്ച് റോസ് സിറപ്പ് വേണം, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. മുന്തിരി, ബദാം, കുറച്ച് പിസ്ത, ഡേറ്റ്സ്, കാഷ്യൂനട്ട് ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. ഇനി അസംബിൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. സ്ട്രോബെറി ജെല്ലി ഇട്ട് കൊടുക്കാം. കുറച്ച് സേമിയ ചേർക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇടാം. ഇതിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീം വെച്ചെടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് കസ്കസ്, ജെല്ലി, സേമിയ വെക്കാം, കുറച്ച് ഫ്രൂട്ട്സ് വെക്കാം, കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് കോൺഫ്ലെക്സും കൂടി വെച്ച് കൊടുക്കാം. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒരു ചെറി വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ റോയൽ ഫലൂദ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നവരെ ബൈ.